ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതും അറിഞ്ഞിരിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ചില കാര്യങ്ങൾ അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയമാണ്. ചില കാര്യങ്ങളിലേക്ക് കണ്ണുകൾ തുറക്കപ്പെടുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. എന്താണ് പ്രധാനമായും സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി അറിയാം. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈശ്വര വിശ്വാസികൾ തന്നെയാണ് നിങ്ങൾ. ഭഗവാനെ വളരെയധികം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരുന്ന ആ ദുരിതപൂർണമായ അവസ്ഥകൾ അതെല്ലാം ജീവിതത്തിൽ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടിയും നിങ്ങൾ ചില വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. മറ്റുള്ളവരുടെ കടബാധ്യതകൾ പോലും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും പല സഹായ സഹകരണങ്ങളും നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതായ സാഹചര്യം പോലുമുണ്ട്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ പല സഹായങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. അതിൽ നിങ്ങൾക്ക് സംശയമില്ല എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന പല വിഷമതകൾക്കും 2 മാസത്തിനുള്ളിൽ തന്നെ ചില പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാകാം. എന്നാൽ നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നും ചില താൽക്കാലികമായ തടസ്സങ്ങളാണ് എങ്കിലും വേദനകളാണ് എങ്കിലും അത് നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ജീവിതത്തിൽ വന്ന് ചേരാം എന്നുള്ളതാണ്. അതിനാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന പ്രശ്നങ്ങൾ അതൊരിക്കലും നിങ്ങൾ ജീവിതത്തിൽ തുടർന്നു പോരും എന്ന രീതിയിൽ വിഷമിക്കേണ്ടതായിട്ടില്ല. പല പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. എന്നാൽ മാനസികമായി തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ പോലും ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അതിനെല്ലാം മേലെ നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പല വിധത്തിലുമുള്ള ബാധ്യതകൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. കഠിനമായി അധ്വാനിച്ചിട്ടും വളരെയധികം പോരാടിയിട്ട് പോലും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു അർത്ഥമില്ലാതെ പോകുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും വേദനകളുണ്ട്. പല കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. പല വിഷമതകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. എന്നാൽ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ തരണം ചെയ്യുവാൻ സഹായകരമായി തീരും. ക്ഷമാപൂർവം തന്നെയാണ് ഈ സമയം നിങ്ങൾ കാത്തിരിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനിവാര്യമായ വിജയങ്ങൾ അത് നിങ്ങൾക്ക് നേടുവാനുള്ള അവസരങ്ങൾ കടന്നു വരാം. അതിന് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നത് വാസ്തവം തന്നെയാണ്. അത് നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. വളരെയധികം വേദനകൾ, വളരെയധികം കഷ്ടതയാർന്ന അല്ലെങ്കിൽ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളെ വിലയിരുത്തുവാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് കടന്ന് വന്നിട്ടുള്ളത്.
നിങ്ങൾക്ക് സ്വസ്ഥതയുള്ള ഒരു കുടുംബജീവിതമുണ്ട്, അല്ലെങ്കിൽ ചുറ്റുപാടുകൾ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വ്യക്തികളും. പലരും നിങ്ങളെക്കുറിച്ച് അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില സഹായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്നതായ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. ചില കാര്യങ്ങൾ അനുകൂലമാണ് എന്നും നിങ്ങളെ സമാധാനിപ്പിക്കുവാനായി ആരുമില്ല എന്നത് വാസ്തവമാണ്. എങ്കിലും നിങ്ങളെ മനസ്സിലാക്കുന്ന ചില വ്യക്തികളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സഹായമായി വരാം. അത്തരം വ്യക്തികൾ ചുരുക്കമാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ നേരിടേണ്ടതായി വന്നാലും ഈശ്വരാനുഗ്രഹത്താൽ അല്ലെങ്കിൽ ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങാം. വളരെയധികം പ്രയാസങ്ങളിലൂടെ ഭാരങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഓരോ ദിവസവും ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ചില മാർഗങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. കുടുംബജീവിതം നയിക്കുവാനുള്ള ചില അനുകൂലമായ കാര്യങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഇറക്കി വയ്ക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. മാനസികപരമായി പല കാര്യങ്ങളും നിങ്ങളെ തളർത്തിയിട്ടുണ്ട് എങ്കിലും മനസ്സ് തുറന്ന് സന്തോഷിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമാണ് എങ്കിലും അസ്വസ്ഥതകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ഭാഗ്യങ്ങൾ തന്നെ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് വാസ്തവം. തളർന്നു പോയി എന്ന് വിചാരിക്കുന്ന ഇടത്തു നിന്നും നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും അത് നിങ്ങൾക്ക് ഉറച്ച് വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. വളരെയധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഒത്തുതീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. കുറ്റപ്പെടുത്തലുകൾ ജീവിതത്തിൽ നിന്നും അകറ്റുവാനും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നിങ്ങൾക്ക് സാധിക്കും. എന്താണ് ശരി, എന്താണ് തെറ്റ്, എവിടെയാണ് നിങ്ങൾക്ക് പാളിച്ച സംഭവിച്ചിട്ടുള്ളത് എന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നതായ പല അനുകൂല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാം. പരീക്ഷണ ഘട്ടങ്ങളെ പോലും നിങ്ങൾക്ക് പിന്തള്ളി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാവുക എന്നുകൂടി ഓർക്കുക. ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ പരീക്ഷണ ഘട്ടങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം പിന്തള്ളി നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം, സൗഭാഗ്യം ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ മനസ്സമാധാനം ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഫലം കാണുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും. പരാജയപ്പെട്ടു പോയ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. കഷ്ടതയിലുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രയാസങ്ങളെല്ലാം ഒരു പരിധിവരെ അവസാനിച്ച് ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കുവാൻ പോകുന്ന സാഹചര്യമുണ്ട്. ഭാരങ്ങളും പ്രയാസങ്ങളും അകന്ന് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയുന്നതായ സാഹചര്യം സംഭവിക്കാൻ പോവുകയാണ്. അതിന് കാലതാമസമില്ല എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നതായ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൂർണ്ണമായ വിശ്വാസം തന്നെയാണ് ഈ സമയം ആവശ്യമുള്ളത്. വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട്. ശരിയായ സമയത്ത് ചില കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും ആരെ വിശ്വസിക്കണം എന്നൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്.
അതിനാൽ തന്നെ ഈ സമയം ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുൻപും ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചതിക്കുഴികളിൽ വീഴാതിരിക്കുവാൻ നിങ്ങൾക്ക് ഭഗവാന്റെ സംരക്ഷണം ലഭിക്കുന്ന സമയമാണ്. രോഗദുരിതങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും ഒരു മാറ്റം വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായും ഒരു ഉന്മേഷം, നവോന്മേഷം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം വന്നു ചേരാം. ഈ സമയം തീർച്ചയായും ഈ കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചത് പോലും ഈ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നതിനാലും നിങ്ങൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നതിനാലുമാണ് നിങ്ങൾ ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുക.